എല്ലാ കൂട്ടുകാർക്കും ഹദീസ് പഠന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്നതാണ്. വിശുദ്ധ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരായ സൃഷ്ടികളാണ്. സ്ത്രീകളുടെ ശാരീരിക പ്രകൃതിയല്ല പുരുഷന്മാരുടേത് താരതമ്യേന ദൃഢമായ ബലിഷ്ഠമായ ശരീരമാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ധൈര്യമുണ്ട്, സൃഷ്ടിപ്പിലൊരു മേൽക്കോയ്മയുണ്ട്. ചില കാര്യങ്ങളിൽ സ്ത്രീകൾ മുൻപന്തിയിലാണ്, ചില കാര്യങ്ങളിൽ പുരുഷനും മുൻപന്തിയിലാണ്. ബിമാ ഫദ്ദലല്ലാഹു ബഅദുഹും അലാ ബഅദ്. ചില കാര്യങ്ങളിൽ സ്ത്രീകളും ചില കാര്യങ്ങളിൽ പുരുഷന്മാരും ഏറ്റക്കുറച്ചിലുകളുണ്ട്. സൈക്കോളജി പ്രകാരം മൾട്ടി ടാസ്കിങ്, ഒരേ സമയത്ത് രണ്ട് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അത് സ്ത്രീകൾക്കാണ് കൂടുതൽ. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ നേരിടാനുള്ള പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കില്ലുള്ളത് പുരുഷനാണ്. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, വആശിറൂഹുന്ന ബിമാറൂഫ്, സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറണം. ഫലാ തമീലു കുല്ലൽ മൈലി, രണ്ട് വിവാഹം കഴിച്ചൊരാൾ ഒരു സ്ത്രീയുടെ ഭാഗത്തേക്ക് മാത്രം ചെരിയരുത്. അങ്ങനെ ഫതദറൂഹ കൽ മുഅല്ലക, മറ്റൊരു സ്ത്രീയെ ഒന്നുമില്ലാതെയാക്കുന്ന രീതിയിൽ പറ്റില്ല. ഇനി പ്രവാചകൻ പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ഞാൻ സ്ത്രീകളെ വിഷയത്തിൽ നിങ്ങളോട് നല്ലത് വസിയത്ത് ചെയ്യുന്നു. ഫഇന്നൽ മർഅത, കാരണം സ്ത്രീകൾ ഖുലിഖത് മിൻ ളിലൈൻ, അവർ വാരിയല്ലിൽ നിന്ന് പടക്കപ്പെട്ടതാണ്. അഅവജ, വളഞ്ഞ വാരിയല്ല്. ആദമിൻ്റെ വാരിയല്ലിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് എന്നതാണ്. അതുകൊണ്ട് ലാ യഫ്രിക മുഅ്മിനുൻ മുഅ്മിന, ഒരു സത്യവിശ്വാസിയും ഒരു സത്യവിശ്വാസിനിയെ വേർപിരിക്കരുത്, തൊലാഖ് ചെല്ലരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ ഭാര്യയിൽ നിന്ന് വെറുപ്പുണ്ടെങ്കിൽ റളിയ മിന്നാ ആഖറ, നല്ലൊരു പോസിറ്റീവായ നല്ലൊരു വേറൊരു സ്വഭാവം ഉണ്ടാവും. ഏത് സ്ത്രീക്കും ചീത്തൊരു സ്വഭാവം ഉണ്ടാകും, എന്നാൽ നല്ല ഒരു സ്വഭാവം ഉണ്ടാകും. ആ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ സ്ത്രീകളെ ഒപ്പം കൂട്ടണം. ഇനി ഒരു ഭർത്താവിൻ്റെ കടമ എന്താ? മാഹഖു സൗജത്തി അഹദിൻ അലൈഹ, ഭാര്യയുടെ മേൽ ഒരു ഭർത്താവിൻ്റെ കടമ എന്താണ്? ഒന്നൻ തുത്ഇമഹ ഇദാ തുഇംത, ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്കും കൊടുക്കുക. അപ്പോൾ തക്സുഹ ഇദക്തസൈത, നിങ്ങൾ വസ്ത്രം വാങ്ങുമ്പോൾ ഭാര്യയ്ക്കും ഒരു വസ്ത്രം വാങ്ങണം. ലാ തദ്രിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ്, അവളെ മോശമായി ചിത്രീകരിക്കരുത്. ലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിൽ വെച്ചിട്ടല്ലാതെ അവളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അവളോട് വേർപിരിഞ്ഞിരിക്കരുത്. വീട്ടിൽ ചിലപ്പോൾ പിണക്കൊക്കെ ഉണ്ടാവാം. നോക്കൂ, ഇനിയൊരു ചോദ്യമാണ്, മൻ അക്മലുൽ മുഅ്മിനീന ഈമാന, ഈമാൻ പൂർത്തിയാക്കിയവർ ആരാണ്? അഹ്സനുഹും ഖുലുഖ, ഏറ്റവും സൽസ്വഭാവികൾ. ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാന്ന പ്രവാചകൻ പറഞ്ഞത്? ഖിയാറുക്കും ലി നിസാഇഹിം, സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുക. നാട്ടിൽ വലിയ ആളായിട്ട് കാര്യമില്ല, സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറണം. ഇനിയോ, മാഹുവ ഖൈറു മത്താഇ ദുനിയാ, ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക് ഏതാണെന്നറിയുമോ? അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്ത്രീകളാണ്. ഈ ഭൂമിയിൽ ഒരുപാട് ചരക്കുകളുണ്ടെങ്കിലും ഒരു നല്ല സ്ത്രീ, ബാഹുവിനെ പേടിക്കുന്ന ഒരു സ്ത്രീ ആണ് ഏറ്റവും നല്ല ചരക്ക് എന്ന പ്രവാചകൻ പറഞ്ഞത്. ഇനി ആദ്യകാലത്ത് പ്രവാചകൻ പറഞ്ഞു, ലാ തദ്രിബൂ ഇമാ അല്ലാ, സ്ത്രീകളെ നിങ്ങൾ അടിക്കരുത്. അപ്പം എന്ത് ചെയ്തു? മദീനയിൽ പുരുഷന്മാരെ സ്ത്രീകൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞു, നബിയേ, പുരുഷന്മാരുടെ മേത്ത് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ആണുങ്ങളെ മേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫറഖസ ഫീ ദർബിഹിൻ, അങ്ങനെ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭത്തിൽ ഇളവ് ചെയ്തു. ഇനി ഒരു സ്ത്രീയുടെ കയ്യിൽ നമ്മൾ മോശമായ എന്തെങ്കിലും കണ്ട എന്താ ചെയ്യേണ്ടത്? ഇതാ അത്തന്നിസ, ഒരു പെണ്ണിനെ നമ്മൾ കണ്ടുമുട്ടി ബിഫാഹിഷത്തിൽ ഒരു ചീത്ത കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അവളെ കിടപ്പറയിൽ ഉപേക്ഷിക്കുക. ഇഹ്ജുറുഹുന്ന ഫിൽ മദാജി. 2 ഇദ്രിബുഹുന്ന ദർബൻ ഗൈറ മുബദ്ദിഹ്, മുറിയാകാത്ത രീതിയിൽ അവളെ ചെറുതായിട്ടൊന്ന് അടിക്കുകയൊക്കെ ചെയ്യാം.